കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയുടെ പ്രഥമയാമം, ഈ സന്ധ്യായാമത്തിങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി കടന്നു വരുവാൻ സർവകൃപാലുവാകുന്ന ദൈവം ഒരുക്കിയ ഈ അനുഗ്രഹീത അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുവാൻ ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന അനുഗ്രഹീത ഫേസ്ബുക്ക് ഗ്രൂപ്പായ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നവമാധ്യമത്തിലൂടെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് വിതയ്ക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ഡയറക്ടറായ കർത്താവിൽ അനുഗ്രഹീത കർത്തൃദാസി പ്രിയ റോസ്ലിൻ ആൻറ്റിക്ക് ദൈവ നാമത്തിലുള്ള നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ മറ്റ് അഡ്മിൻസ്, എല്ലാ പ്രിയപ്പെട്ടവരെയും, അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഇന്ന് സന്ധ്യാനിമിഷം ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമാകുന്ന നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. സമയത്തിൻ്റെ ഹ്രസ്വത മനസ്സിലാക്കി വാക്കുകൾക്ക് വിശാലത വരുത്താതെ ദൈവവചന ചിന്തയിലേക്ക് ഇന്ന് സന്ധ്യാനിമിഷം നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. തുടർന്ന് ദൈവവചന കേൾവിക്കായി നിങ്ങളായിരിക്കുന്നിടത്ത് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ എന്നോട് ചേർന്ന് വിശുദ്ധ തിരുവെഴുത്തെടുത്ത് തുറന്ന് നാം വായിക്കുന്ന വചനങ്ങൾ ഇന്ന് രാത്രിയിൽ കേട്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ദൈവം ഇടയാക്കിയ ഈ നല്ല സമയം അത് നമ്മൾ പാഴാക്കി കളയാതെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ നാം താല്പര്യപ്പെടുക. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. നാം ആയിരിക്കുന്നിടത്ത് അവൻ്റെ ആത്മപരിവർത്തനത്തിൻ്റെ ചലനം നാം നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. എല്ലാവരെയും സർവശക്തനാകുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരും തുടർന്ന് ഈ ദൈവവചന പ്രഭാഷണ കേൾവിക്ക് വേണ്ടി സമർപ്പിതരായി ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവെഴുത്ത് ഞാൻ വായിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ചരിത്ര സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ചിന്തനീയ വിഷയമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ തിരുവെഴുത്ത് ഇങ്ങനെയാണ്: ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തുറക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 11:3 ഇന്ന് രാത്രിയിൽ ശ്രോതാക്കളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ പരിവർത്തനം ഉണ്ടാകേണ്ടതിനായി അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ ഹൃദയം തുറന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി കാതുകൾ തുറന്ന് വചനസ്പർശനം അനുഭവിച്ചു ദൈവത്തെ സ്തുതിക്കുന്നവരുടെ മേൽ ഇന്ന് സന്ധ്യാനിമിഷം ദൈവത്തിൻ്റെ കരുത്തുറ്റ കരം വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തടസ്സങ്ങളും കർത്താവ് മാറ്റണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നമുക്കായിരിക്കാം. തുടർന്നുള്ള സമയം ദൈവവചനത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സ്തോത്രം. നിങ്ങളായിരിക്കുന്നിടത്ത് വിശുദ്ധ തിരുവെഴുത്ത് തുറക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം എടുക്കുക, 3-ാം വാക്യം കുറിവാക്യമായി വായിച്ചു. തുടർന്നുള്ള സമയം ഈ 11-ാം അധ്യായത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ദൈവാത്മാവ് തന്ന സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം അതിമനോഹരമാകുന്നൊരു സുവിശേഷമാണ്. നമുക്കറിയാം, സ്തോത്രം, മറ്റ് ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത ഒരു അസാധാരണമാകുന്ന ഭാഗ്യപദവി
ഈ സുവിശേഷം ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട സ്തോത്രം യോഹന്നാന് ലഭിച്ചിരുന്നു. നമുക്കറിയാം, ചരിത്രത്തിലും സ്തോത്രം സുവിശേഷത്തിലും പ്രവചനത്തിലും ഒരുപോലെ ഇടം നേടിയിട്ടുള്ള ഒരസാധാരണ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനെ അനുഭവിപ്പാൻ, കാണുവാൻ, പ്രാപിപ്പാൻ, സ്പർശിപ്പാൻ ഇടയാക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തനായിരുന്നു, ഒരു അപ്പോസ്തലനായിരുന്നു, ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു യോഹന്നാൻ. സുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെ ആരെന്ന് താൻ എഴുതി. ലേഖനത്തിലും തനിക്ക് ഇടം നേടിയിട്ടുണ്ട്. അവസാനം പത്മോസിന്റെ ഏകാന്തതയിലും യോഹന്നാൻ അപ്പോസ്തലന് യേശുക്രിസ്തുവിൽ കൂടെയുള്ള ശ്രേഷ്ഠമേറിയ പ്രവചനത്തിനിടയായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമായി യോഹന്നാന്റെ ആത്മമണ്ഡലങ്ങളിൽ സ്തോത്രം ബഥാന്യ എന്ന ഒരു കുടുംബത്തിൽ സ്തോത്രം അവിടെയുണ്ടായ സ്തോത്രം ചില ദീനരോധനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് സന്തോഷത്തിന്റെയും ഉത്സവത്തിന്റെയും അല്ലെങ്കിൽ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സംഭവ ചരിത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം ഓരോ അധ്യായങ്ങളിലും യേശു കർത്താവ് മനുകുലത്തിനു വേണ്ടി, മനുഷ്യവർഗത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം. മനുഷ്യവർഗത്തിന്റെ പ്രശ്ന പരിഹാര കർത്താവായി യോഹന്നാന്റെ സുവിശേഷത്തിൽ ഓരോ അധ്യായങ്ങളിലും ക്രിസ്തു ഇടം നേടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അങ്ങനെ ഓരോ അധ്യായങ്ങളിലും യേശു ക്രിസ്തുവിന്റെ അതിമഹത്വകരമാകുന്ന രംഗപ്രവേശനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നസറയനാകുന്ന യേശു കർത്താവ് ഉലക ചരിത്രത്തിൽ ഇതുവരെയും ഒരു മനുഷ്യനും ഉണ്ടാകാത്ത നിലയിലുള്ള ഒരു അസാധാരണ ജനത്തിന്റെ ഉടമയായി ക്രിസ്തു യേശു സ്തോത്രം മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി നോക്കൂ, ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ കൂടി സമ്മേളിക്കപ്പെട്ടുകൊണ്ട് വചനം ജഡമായി തീരുന്ന അസാധാരണ വെളിപ്പാടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ സ്തോത്രം കിണറ്റിൽ നിന്നും പച്ചവെള്ളം കോരി സ്തോത്രം 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങളിലേക്ക് ഒഴിച്ചത് വക്കോളം നിറഞ്ഞപ്പോൾ യേശു കൽപ്പിച്ചതുപോലെ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നു. ഒരു കല്യാണ വീട്ടിലെ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ അനുഭവം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ന്യായപ്രമാണത്തിൽ അതീവ പണ്ഡിതനായിരുന്ന നിക്കോദീമോസ് എന്നൊരു മനുഷ്യൻ പട്ടാപ്പകൽ നാളാട് കൂടുന്ന നാൽക്കവലയിൽ ക്രിസ്തുവിനെ സ്തോത്രം അഭിമുഖമായി സംഭാഷിക്കുവാൻ കഴിയാതെ വണ്ണം ഒരു സന്ധ്യാസമയം യേശുവിന്റെ അടുക്കൽ രഹസ്യമായി തന്റെ ചില ചോദ്യങ്ങൾ യേശുവുമായി പങ്കുവെക്കുന്നു. ആ ചോദ്യത്തിന്റെ നടുവിൽ സ്തോത്രം യേശു കർത്താവ് ആ മനുഷ്യന് വേണ്ടി മറുപടി നൽകുന്നു. തന്റെ ചോദ്യത്തിന് യേശു ഉത്തരം നൽകുന്നു. വീണ്ടും ജനിക്കുക, വെള്ളത്താൽ ജനിക്കുക, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക, പുതുതായി ജനിക്കുക എന്നിത്യാദി ഉത്തരങ്ങൾ കൊണ്ട് നിക്കോദീമോസിന്റെ സംശയങ്ങളെ ദൂരീകരിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പട്ടണത്തിൽ കൊടിയൊരു അഭിസാരിയാകുന്ന ഒരു പാപിനിയാകുന്ന സ്ത്രീ സുക്കാർ എന്ന കിണറൻ തീരത്ത് താൻ വെള്ളം കോരാൻ വരുന്നതിനു മുമ്പേ നസ്രയനാകുന്ന യേശു അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നോക്കൂ, സ്തോത്രം കേവലം യഹൂദൻ എന്ന് മാത്രം കരുതിയ അവളുടെ പഠനം ക്രിസ്തുവിനോട് അവൾ ആഴമായി അടുക്കുവാൻ തുടങ്ങിയപ്പോൾ കേവലം യൂതൻ മാത്രമല്ല, യേശു ക്രിസ്തു അവൻ സ്തോത്രം യജമാനനാണ്, പ്രവാചകനാണ്. അവസാനം പഠനം ചെന്നെത്തുന്നത് സാക്ഷാൽ മിശിഹ എന്ന അസാധാരണ വെളിപ്പാടിലേക്ക് അവൾ ചെന്നെത്തുന്നു. സ്തോത്രം 5-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 38 വർഷമായിട്ടും അനേകരുടെ സൗഖ്യം കണ്ട് സ്തോത്രം മടുത്ത് മരവിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ സ്തോത്രം വെള്ളത്തിന്മേൽ വ്യാപരിക്കുന്ന ദൂതൻ അതാത് സമയം വെള്ളം കലക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഔഷധ ശക്തി തന്റെ ശരീരത്തിൽ 38 സംവത്സരമായിട്ടും അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു പരാജയപ്പെട്ട ചരിത്രത്തിന്റെ നടുവിൽ ഇതാ ജീവിതത്തിന്റെ തലങ്ങളെ ആകമാനം മാറ്റിമറിച്ചുകൊണ്ട് സാക്ഷാൽ വചനമായവൻ, സാക്ഷാൽ ജഡത്തിൽ വെളിപ്പെട്ടവനാകുന്ന ക്രിസ്തു അവന്റെ അടുക്കിലേക്ക് വന്നു. 38 വർഷത്തെ പ്രശ്നത്തെ പരിഹരിക്കുക മാത്രമല്ല, അതിന്റെ പിന്നിൽ തള്ളിക്കയറ്റം നടത്തിയത് പാപത്തിന്റെ അംശമായിരുന്നു, അനീതിയായിരുന്നു, അതിക്രമമായിരുന്നു എന്ന് മുഖത്തു നോക്കി പ്രവചിച്ച ഒരു സംഭവമാണ് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 6-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്തോത്രം തിബിരിയാസ് എന്ന ഗലീലക്കടന്റെ അക്കരയിൽ യേശുക്രിസ്തു സമുദ്രതീരത്തെ ഒരു പ്രസംഗവേദിയാക്കി മാറ്റുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പ്രത്യക്ഷമായ രോഗസൗഖ്യം സംഭവിക്കുന്നു. നോക്കൂ, സ്തോത്രം വൈദ്യശാസ്ത്രം സ്തോത്രം തള്ളിക്കളഞ്ഞത്, മനുഷ്യ പരാജയപ്പെട്ട നിരവധി കേസുകെട്ടുകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് യേശുവിൽ നിന്നും പുറപ്പെട്ട ദൈവകൃപയുടെ ശക്തിയാൽ രോഗബന്ധനങ്ങൾ അഴിയുന്നു. തുടർന്ന് ആ പുരുഷാരം അനവധിയായി കൂടുന്നത് കൊണ്ട് ആ പുരുഷാരത്തെ വഹിച്ചുകൊണ്ട് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് നസറയൻ കടന്നു പോകുന്നു. ഒരു പർവ്വതത്തിന്റെ മുകളിൽ യേശു ഒരു
ഇരിപ്പിടം ക്രമീകരിക്കുന്നു. ദീർഘമണിക്കൂറുകൾ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന ജനത്തിന് വിശപ്പ് മറന്നുകൊണ്ട് നിത്യരാജ്യത്തിന്റെ അല്ലെങ്കിൽ ആത്മീയമാകുന്ന വചനത്തിന്റെ ആഴങ്ങളിൽ അവർ സമയം മറന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ബാലകന്റെ കയ്യിലുള്ള 5 യവത്തപ്പവും 2 മീനും കൊണ്ട് 5000-ൽ പരം കവിയുന്ന പുരുഷാരത്തെ സംതൃപ്തിപ്പെടുത്തിയ അതിമഹത്വകരമാകുന്ന ഒരു പ്രവൃത്തി നമുക്ക് 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. 7-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉത്സവത്തിന്റെ മഹാദിനമാകുന്ന ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്നു, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം തിരിച്ചറിയുന്നതാണ് നമ്മുടെ ആത്മീയ ഭൗതിക വിശപ്പുകൾ ശമിക്കപ്പെടുന്നത്. ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ മനുഷ്യന് വീണ്ടും ദാഹവും വിശപ്പും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആമേൻ, സ്തോത്രം. സ്തോത്രം. യഹൂദന്മാർ, സ്തോത്രം. ലക്ഷക്കണക്കിന് യഹൂദന്മാർ അവിടെ യെരൂശലേം ആലയത്തിനോ അടുത്തും യെരൂശലേം ആലയത്തോട് ചേർന്നും ലക്ഷക്കണക്കിന് യഹൂദന്മാർ ഉത്സവാചാരണത്തിനായി വന്നു. ആരുടെയും വിശപ്പ് മാറിയില്ല, ആരുടെയും ദാഹം മാറിയില്ല. അവർ തങ്ങളുടെ ഊരുകളിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു കർത്താവ് ഒരു പ്രസംഗപീഠം ഒരുക്കിയിട്ട് ആ ജനത്തോട് വിളിച്ചു പറയുന്നു, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. അതെ, ഇന്ന് രാത്രിയിലും ഈ സന്ദേശത്തിന്റെ സ്തോത്രം സ്തോത്രം ദൈവ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ ദാഹവും മനുഷ്യന്റെ വിശപ്പും അടക്കുന്ന നിത്യജീവനാകുന്ന യേശുവിനെ മനുഷ്യവർഗം തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെന്ന് രാത്രിയിൽ ഈ സന്ദേശം ശ്രദ്ധിക്കപ്പെടുമ്പോൾ തന്നെ അനേകർ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവരിലേക്ക് ഈ നല്ലവനാകുന്ന ക്രിസ്തു എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ സന്ദേശത്തിലൂടെ എനിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, 8-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നോക്കൂ, പാപിനിയാകുന്ന ഒരു സ്ത്രീയെ നോക്കൂ, സ്തോത്രം. അനേക വിരോധികൾ, സ്തോത്രം, ന്യായപ്രമാണ സംബന്ധമായി കല്ലെറിയപ്പെടേണ്ടവളാണ്. പക്ഷേ എന്താ അവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? സ്തോത്രം. അനേക ആളുകളുടെ മുഷ്ടിക്കകത്ത് കൂർത്ത കല്ലുകളും പിടിച്ചുകൊണ്ട് അവളെ ഇങ്ങനെ വഴിത്താരയിലൂടെ എറിഞ്ഞുകൊണ്ട് വരികയാണ്. നോക്കൂ, നീതിയോടെ ജഡ്ജ്മെന്റ് ചെയ്യുന്നവനാകുന്ന ക്രിസ്തു നിലത്തെഴുതുമ്പോൾ പാപത്താൽ പിടിക്കപ്പെട്ട ഇവൾ ഓടി വരുന്നത് പാപമില്ലാത്ത സ്തോത്രം, വിശുദ്ധ പ്രജയായി ജനിച്ചവനും പാപം ചെയ്തിട്ടില്ലാത്തവനും പാപം എന്തെന്ന് പോലും അറിയുവാൻ കഴിയാത്ത നീതിമാനാകുന്ന യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. അവളുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞു. അവൾ പാപത്തിൽ നിന്നും സ്വതന്ത്രയായി മാറുന്നു. വചനം കൊണ്ട് അവളുടെ പാപത്തെ കർത്താവ് എന്ത് ചെയ്യുന്നു? അവളിൽ നിന്നും അഴിച്ചു മാറ്റുന്നു. അതേ സ്തോത്രം. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യമേ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വയം പാപബോധം വെളിപ്പെടാതെ മറച്ചു വെച്ചവരുടെ കൈകളിൽ നിന്നും കല്ല് താഴേക്ക് വലിച്ചിട്ട് പിന്മാറിപ്പോകുകയാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പാപത്തെ ഉപേക്ഷിച്ച ഒരു സ്ത്രീയെയാണ്. പലരും പാപത്തെ ഉപേക്ഷിക്കാതെ കല്ല് നിലത്തേക്കിട്ട് പിന്മാറുമ്പോൾ ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തുവിനെ ആവശ്യമെന്ന് തോന്നുന്നവർ, വിശ്വസിക്കുന്നവർ, അത് അംഗീകരിക്കുന്നവർ തീർച്ചയായിട്ടും പാപബോധം വെളിപ്പെട്ട് ക്രിസ്തുവിന്റെ മുമ്പാകെ സമർപ്പിക്കും. എന്നാൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ കഴിയാതെ നിൽക്കുന്നവർ എന്ത് ചെയ്യും? യേശുവിനെ വേണ്ടെന്ന് വെച്ച് പിന്മാറും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ നിന്നും ജനിച്ച് ഒരു അന്ധനായ മനുഷ്യന്റെ അന്ധതയുടെ ചുരുടുകളെ അഴിച്ചു മാറ്റുന്നതാണ് 9-ാം അധ്യായത്തിൽ കാണുന്നത്. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അത്ഭുതകരമാകുന്ന വിഷയം നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണം. നല്ല ഇടയൻ മാത്രമല്ല, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇത്രമാത്രം നല്ല ഇടയൻ. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, അവൻ ഏകവാതിലായി മാറുന്നു. രക്ഷയ്ക്കായിട്ടുള്ള ഏകവാതിലായി മാറുന്നു. അങ്ങനെ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ധ്യാനിച്ചു പഠിച്ചു വരുമ്പോൾ മനുഷ്യവർഗത്തിനു വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായിട്ട് പരാജയപ്പെട്ടവരുടെ ജീവിതത്തിൽ ക്രിസ്തു എങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിലും സ്തോത്രം, ആ കാലഘട്ടങ്ങളിൽ അചഞ്ചലമായി പരിവർത്തിച്ച ദൈവശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ അളവില്ലാതെ വ്യാപരിക്കുന്ന ആ കരം എന്നെ കേൾക്കുന്നവരുടെ മേൽ പകരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു പ്രാർത്ഥനയുടെ അനുഭവമായി ഈ സന്ദേശത്തിന്റെ മുൻപാകെ അത് മാറട്ടെ. അഭിഷേകത്താൽ ആരാധിക്കുന്ന സ്തോത്രം ഒരു റൂമായി മാറട്ടെ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിങ്ങളുടെ നേർക്ക് വെളിപ്പെടുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ചലനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ആരാധിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, തകരാത്ത കോട്ടകളിലില്ല. സ്തോത്രം. അങ്ങനെ ഓരോ അധ്യായങ്ങളിലും യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 11-ഉം 12-ഉം അധ്യായങ്ങൾ സ്തോത്രം
രണ്ട് ഘട്ടമായി പഠിക്കേണ്ട സ്തോത്രം ഒരു അധ്യായ ഭാഗങ്ങളാണ്. കാരണം 11-ാം അധ്യായത്തിൽ ലാസർ എന്ന വ്യക്തി കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച് റൂമാലിനാലും ശീലകളാലും ബന്ധിക്കപ്പെട്ട് കൈകാലുകൾക്ക് ചലനമില്ലാത്തവനായി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി, കാതുകൾ കേൾക്കാത്തവനായി, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ മരിക്കപ്പെട്ട അവസ്ഥയിൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 11-ാം അധ്യായത്തിൽ കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ചവൻ 12-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ പന്തിക്കകത്ത് ആഗതനായി മാറുന്നു. എന്നെ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മനുഷ്യവർഗത്തിന്, മനുഷ്യന്റെ അധികാരത്തിന്, മനുഷ്യന്റെ സമ്പത്തിന്, കഴിവിന്, ആൾബലത്തിന് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് സന്ധ്യാനിമിഷം സഹോദര റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലൂടെ ഞാൻ ഒരുവനെ പരിചയപ്പെടുത്തുന്നു. നസ്രയന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രിയിൽ നിന്നെ ഏൽപ്പിക്കുക. അവന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവത്തിന്റെ കരുത്തുറ്റകരം ഇന്നും വ്യാപരിക്കുകയാണ്. അങ്ങനെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ബെഥാനിയ ഗ്രാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ഒരു ഗ്രാമമാണ് ബഥാനിയ ഗ്രാമം എന്ന് പറയുന്നത്. ഒലിവ് മലയുടെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ ഗ്രാമം. നോക്കൂ, യെരുശലേമിൽ നിന്നും 2 മൈൽ ദൂരമുണ്ട് സ്തോത്രം ബഥാനിയ പട്ടണത്തിലേക്ക് സ്തോത്രം ചെല്ലേണ്ടതായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ സ്തോത്രം ഈ 11-ാം അധ്യായത്തിൽ ഓരോ തിരുവചനങ്ങളും ആഴമേറിയ വചന വെളിപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം നമുക്ക് ലഭിക്കപ്പെട്ട ഹ്രസ്വമായ സമയപരിമിതിക്കുള്ളിൽ വ്യാഖ്യാനിച്ച് തീർക്കുവാൻ കഴിയാത്ത നിലയിൽ അസാധാരണമായ വചന വെളിപ്പാടുകൾ അവലോകനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരധ്യായമാണ് സ്തോത്രം ഈ 11-ാം അധ്യായം 12-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 11-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിച്ചു വരുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം അവിടെ ആരോഗ്യ ദൃഢരാത്തനായ ലാസർ പെട്ടെന്ന് രോഗക്കിടക്കയിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, സഹോദരിമാരായ സ്തോത്രം ഈ മാർത്തയും മറിയയും സ്തോത്രം ലാസറിന്റെ രോഗവിവരം ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും. ചില ദിവസം കഴിയുമ്പോൾ രോഗം അവനിൽ നിന്നും മാറും, അവൻ സ്വതന്ത്രനായി പുറത്തു വരും. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോൾ രോഗം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം പ്രശ്നം വളരെ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രശ്നം നമുക്ക് വലിയൊരു ഗുരുതരമായി തോന്നിയാലും ഇന്ന് രാത്രിയിൽ നാം മുഴങ്കാൽ മടക്കി കണ്ണുകൾ ഉയർത്തുന്നവൻ ആരിലേക്കാണ് നാം കണ്ണുകൾ ഉയർത്തുന്നത്? അവന് നമ്മുടെ പ്രശ്നം ഒരു വലിയ കടുങ്കട്ടുള്ളതല്ല. ഇന്ന് രാത്രിയിൽ അവന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്തോത്രം നോക്കൂ, ആരോഗ്യ ദൃഢരാത്തനായി ഭവനത്തിൽ ഓടിച്ചാടി നടന്ന സഹോദരൻ, വീട്ടിലെ എല്ലാ കാര്യക്രമീകരണങ്ങളും ചെയ്തവൻ, സഹോദരിമാരുടെ കാര്യങ്ങൾ പോലും നോക്കി നടന്നവൻ, പെട്ടെന്ന് ഇതാ ശരീരം ഒരു നിമിഷം കൊണ്ട് ബലഹീനതയിലേക്ക് വരുന്നു. നോക്കൂ, ആ ദീനം മരണത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗത്തിന്റെ ശക്തി ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുകയാണ്. അത് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, തുടർന്നുള്ള ദിനങ്ങൾ പെട്ടെന്ന് സ്തോത്രം ലാസറിന് എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം രോഗക്കിടക്കയിലേക്ക് വരുന്നു. കൈകാലുകൾക്ക് ചലനമില്ലാത്ത നിലയിൽ കണ്ണിന് കാഴ്ചയുണ്ട്, കാത് കേൾക്കുന്നുണ്ട്. പക്ഷേ സ്തോത്രം മുൻപുള്ള പൂർവ്വസ്ഥിതി പോലെ മടങ്ങി വരുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ലാസർ വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ബഥാനിയ ഗ്രാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് സ്തോത്രം ലാസറിന്റെയും മറിയുടെയും മാർത്തയുടെയും കുടുംബമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ ആഴമൊന്ന് നാം പഠിക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ വായിക്കുമ്പോൾ ഇത്രയും വാക്യത്തിനുള്ളിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ന്റെ 38 മുതൽ 42 വരെ ഇത്രയും വാക്യത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം അവിടെ യേശു ക്രിസ്തുവിനെ ആ കുടുംബം എങ്ങനെ കൈക്കൊണ്ടു എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത് നമുക്കവിടെ കാണാൻ കഴിയുന്നത്, യേശു കർത്താവ് കടന്നു വരുമ്പോൾ മാർത്ത യേശുവിനെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാർത്ത ഭവനത്തിലേക്ക് യേശുവിനെ കൊണ്ടെത്തിച്ചപ്പോൾ അടുത്ത മറിയയുടെ ശുശ്രൂഷ, മറിയ ചെയ്യുന്ന എന്താണെന്നറിയാമോ? യേശുവിന്റെ പാദപീഠം അണയുകയാണ്. കാരണം അവൾ തലയുയർത്തി യേശുവിന്റെ വായിൽ നിന്നും അടർന്നു വീഴുന്ന വചനങ്ങളെ ശ്രവിക്കുവാനായി അവിടെ ഹൃദയം തുറന്നു കൊടുത്തു. നോക്കൂ, നിത്യജീവന്റെ വചസ്സുകളെ ഹൃദയത്തിനകത്ത് ശേഖരിക്കുവാനായി മറിയ യേശുവിന്റെ പാദസ്പർശനത്തിൽ അണയുന്നു. സ്തോത്രം. യോഹന്നാൻ 11:3 പറയുന്നു, സ്തോത്രം, ലാസർ യേശുവിന് പ്രിയനായി മാറുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ 3 പേരും യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. മാർത്ത എങ്ങനെ പ്രയോജനപ്പെട്ടു? യേശുവിനെ
ഭവനത്തിൽ സ്വാഗതം ചെയ്യുന്നു. മറി എന്ത് ചെയ്യുന്നു? യേശുവിന്റെ പാദപീഠയിൽ ഇരുന്ന് ആത്മവചനങ്ങളെ ശേഖരിക്കാൻ തുടങ്ങി. ലാസർ എന്തായി മാറുന്നു? യേശുവിന് പ്രിയനായി മാറുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ 21-ാം നൂറ്റാണ്ടിൽ സ്തോത്രം ആധുനിക ഈ യുഗത്തിൽ പ്രിയപ്പെട്ടവരെ അനേക കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു, തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബഥാനിയ ആ ഗ്രാമത്തിൽ ലാസറിന്റെ ഭവനം എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഭവനത്തിനകത്തുള്ളവരെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ഒരുവൾ യേശുവിനെ സ്വാഗതം ചെയ്യാനുണ്ടെങ്കിൽ, ഒരുവൾ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ സ്തോത്രം ഒരുവളുണ്ട്. ഒരുവൻ യേശുവിന് പ്രിയനായി മാറുവാൻ ഇടയായി തരും. അപ്പോൾ യേശുവിന് വേണ്ടി ഭവനത്തിനകത്തുള്ളവർ പല നിലയിൽ ഉപയോഗിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവം തന്ന ഈ ഹ്രസ്വായസ് ഒരു ദുഷ്ടനാകുന്ന മനുഷ്യൻ 100 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഒരു നീതിമാനാകുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ദൈവഇഷ്ടം ചെയ്ത തിരശീലയ്ക്കപ്പുറം നിത്യതയ്ക്കപ്പുറം മറയപ്പെടുന്നത് എത്രയോ ഭാഗ്യകരമാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘ സംവത്സരങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല, ജീവിച്ചിരിക്കുന്ന നാളുകൾ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണം. ആ കുടുംബത്തെ ഒന്ന് നോക്കിയേ. ബഥാനിയ ഗ്രാമത്തിൽ ഒരു കുടുംബങ്ങൾക്കും ഇല്ലാത്ത സവിശേഷത ആ ഭവനത്തിനുണ്ട്. കാരണം എന്താ? എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായി അവരെ മാറ്റിയത് ക്രിസ്തു മാർഗമാണ്. എല്ലാവരിൽ നിന്നും അവരെ ഉയർത്തിയത് ക്രിസ്തുവാ. എല്ലാവരിൽ നിന്നും ആ ഭവനത്തിന് തഴപ്പും പച്ചപ്പും നൽകി അവരെ മാനിച്ചത് സർവശക്തനാകുന്ന ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കുമ്പോൾ യേശുവിനെ സ്വാഗതം ചെയ്യുന്നവരും, യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരും, യേശുവിന്റെ വചനം കേൾക്കുന്നവരും, യേശുവിന് പ്രിയരായവരൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സുഖലോലഭമാകുന്ന അനുഭവത്തിലൂടെയല്ല പോകേണ്ടത്. പലതൊക്കെയും കൈവിട്ടുപോകുന്ന അവസ്ഥയിലേക്കും പരിശോധനകളിലേക്കും ഒക്കെ പോകേണ്ടതായിട്ട് വരും. യേശു ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്, ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രോഗസംബന്ധമാകുന്ന കഠിന ശോധനയിലൂടെ പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം പലതും നഷ്ടമായി പോയെന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ആ വെളിപ്പാടിനാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലതിനെ തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ഒരു അസാധാരണ അഭിഷേകം ഇന്ന് രാത്രിയിൽ സ്തോത്രം ഈ സന്ദേശത്തിലൂടെ വ്യാപരിക്കട്ടെ. അത് നിങ്ങളുടെ മേൽ പകരുന്ന രാത്രിയായി മാറട്ടെ. നിങ്ങളുടെ ശിരസ്സു മുതൽ ഉള്ളം കാൽവരെയും പരിശുദ്ധാത്മാവിന്റെ യാന്ത്രികമാകുന്നൊരു ചലനം ഈ രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു വൃക്ഷം തഴച്ചു വളരുന്നത് പോലെ സ്തോത്രം ആ ബഥാനിയ ഗ്രാമത്തിൽ ലാസറിന്റെ ഭവനം തഴച്ചു വളരുമ്പോൾ ആ സന്തോഷം ദീർഘനാളുകൾ നിൽക്കുന്നില്ല. സ്തോത്രം പെട്ടെന്ന് ആ സന്തോഷം നിലയ്ക്കപ്പെടുന്നു. മറ്റുള്ള പല കുടുംബങ്ങളും ഒരുപക്ഷെ ചിന്തിച്ചു കാണും, നമുക്കില്ലാത്ത സന്തോഷം, നമുക്കില്ലാത്ത ആനന്ദം, നമുക്കില്ലാത്ത ഉയർച്ച, നമുക്കില്ലാത്ത ഒരു പ്രത്യേക ഐക്യത. എന്താ പ്രിയമുള്ളവരെ? അത് സ്തോത്രം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ഭവനമായതുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, യേശു ക്രിസ്തുവിന്റെ പാദസ്പർശനം ഉള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ സ്തോത്രം പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരിക്കലും പിന്മാറിപ്പോകുകയില്ല, പകച്ചു പോകുകയില്ല. സ്തോത്രം ഇപ്പോൾ നാം ശ്രദ്ധിക്കപ്പെടുക. നോക്കൂ, സന്തോഷഭരിതമായി നിൽക്കുന്ന ആ ഭവനത്തിലേക്ക് പെട്ടെന്നൊരു പരിശോധനയുടെ കാറ്റിറങ്ങുന്നു. വലിയൊരു തിര ആ ഭവനത്തിനകത്ത് തള്ളിക്കയറുന്നു. എന്താണെന്നറിയാമോ? സഹോദരിമാരുടെ ആശ്രയ കേന്ദ്രമാകിയ സഹോദരൻ പെട്ടെന്ന് രോഗക്കിടക്കയിലേക്ക് വരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സഹോദരൻ രോഗത്തിൽ നിന്ന് സ്വതന്ത്രനായി പുറത്തു വരുമെന്ന് ചിന്തിച്ചു. പക്ഷേ ആ ചിന്തകളൊക്കെയും വളരെ സ്തോത്രം അവർ ചിന്തിക്കുന്നതിനും അപ്പുറമായി മാറുന്നു. എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വിചാരങ്ങളല്ല അവന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല അവന്റെ വഴികൾ. ഞാൻ പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് സഞ്ചരിക്കുക പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ വായിച്ച ഭാഗം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ സ്തോത്രം 3-ാം വാക്യം, ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ലാസർ രോഗിയായി ദീനമായി കിടക്കുമ്പോൾ സഹോദരിമാർക്ക് ഇപ്പോൾ ആ വീട് പൊട്ടുപോകുവാൻ കഴിയത്തില്ല. കാരണം പലരും ആ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക, ലാസറിനെ കണ്ടുകൊണ്ടിരിക്കുക, ലാസറിന്റെ സ്ഥിതിഗതികൾ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരിമാർ ഒരു ചിന്തയിലേക്ക് വരുന്നു, ഒരു ആശയത്തിലേക്ക് വരുന്നു. ചിലരെ നമുക്ക് യേശുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കാം. ഇന്ന് ഈ സന്ധ്യാനിമിഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം വിഷയമെന്ന് പറയുന്നത്, യേശു വരുവാൻ വൈകിയതിന്റെ 4 കാരണങ്ങളെ കുറിച്ച് വളരെ വേഗത്തിൽ അക്കമിട്ട് പറയുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു വരുവാൻ വൈകിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. യേശു കർത്താവ് വരുവാൻ വൈകിയതിന്റെ 1-ാമത്തെ കാരണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. റഫറൻസ് സഹിതം നിങ്ങൾ എഴുതി വെക്കുക. 1-ാമത്തെ കാരണം, ലാസർ രോഗിയായിരുന്നിട്ടും സ്തോത്രം യേശുവിനോട് സകല കാര്യങ്ങളും ചെന്നവർ അറിയിച്ചിട്ടും എന്തുകൊണ്ട് കർത്താവ് വരുവാൻ വൈകി? 1-ാമത്തെ കാരണം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 40-41 വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു, പറയുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 40-41 വാക്യങ്ങൾ, അതൊന്ന് വായിക്കുവാൻ
ഗ്രഹിക്കുന്നേ. അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. പലരും അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. പെട്ടെന്ന് വായിച്ചത് കൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുക. ലാസർ രോഗിയായി ബഥാനിയയിൽ തന്റെ ഭവനത്തിൽ കിടക്കുമ്പോഴും മാർത്തയും മറിയും ചിലരെ യേശുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടും യേശു വരുവാൻ വൈകിയതിന്റെ പ്രഥമ കാരണമെന്ന് പറയുന്നത് അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. അപ്പോൾ യേശു കർത്താവ് എവിടെ നിൽക്കുക? വരാൻ വൈകിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു ഇപ്പോൾ യോർദാൻ അക്കരെ നിൽക്കുകയാണ്. ആമേൻ. ഒരിക്കൽ യോർദാന്റെ അക്കരയിൽ യേശു പോയി. അന്ന് യോർദാന്റെ നദിക്കകത്താണ് യേശു പോയത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടേണ്ടതിനു വേണ്ടി, ന്യായപ്രമാണ നിവൃത്തീകരണത്തിന് വേണ്ടി, എല്ലാം തിരുവെടുത്തും ക്രമീകരണമായി തീരേണ്ടതിനു വേണ്ടി അരിമനാഥനാകുന്ന ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട സംഭവത്തെക്കുറിച്ച് അറിയാം. അന്ന് പോയതിനു ശേഷം പിന്നീട് യോർദാൻ അക്കരയിൽ യേശു പോകുന്നത് ലാസർ രോഗിയായി ബഥാനിയയിൽ കിടക്കുമ്പോഴാണ്. ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ചില വാഗ്ദത്തങ്ങൾ ജീവിതത്തിനകത്ത് വൈകുന്നത്, സ്തോത്രം, ചില വിടുതലുകൾ, ചില ഉയർപ്പുകൾ നിന്റെ ഭവനത്തിനകത്ത് മുടങ്ങുന്നതിന്റെ കാരണങ്ങൾ ഇപ്പോൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ലാസർ രോഗിയായി കിടന്നിട്ടും ലാസറിന്റെ രോഗവിവരം അറിയിക്കേണ്ടതിന് മാർത്തയും മറിയും ചിലരെ യേശുവിന്റെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും യേശു വരുവാൻ വൈകിയതിന്റെ പ്രധാന കാരണം യേശു കർത്താവ് യോർദാൻ അക്കരയിൽ നിൽക്കുകയാണ്. അപ്പൊ യോർദാൻ അക്കരയിൽ നിൽക്കുന്നത് കൊണ്ട് കർത്താവിന് ബഥാനിയയിലേക്ക് വരാൻ കഴിയത്തില്ല. കാരണം ആ തിരുവെഴുത്തുകൾ വായിച്ചു വരുമ്പോൾ അതിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. അവിടെ ഇങ്ങനെയാണ്, സ്തോത്രം, യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. അപ്പോൾ യേശു എന്ത് ചെയ്തു? അവിടെ കേവലം ഒന്ന് പോയി വരാൻ വേണ്ടി വന്നവനല്ല, പിന്നെയോ അവിടെ പാർക്കേണ്ടതിന് വേണ്ടി പോയി. എന്തിനു പാർക്കാൻ വേണ്ടി പോയി? തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം, അതിൽ 41 വാക്യം, പലരും അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണം, പലരും അവന്റെ അടുക്കൽ വന്നു. ആരുടെ അടുക്കൽ? ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. ഇവിടെ അടുത്തത് പറയുന്നത് യോഹന്നാൻ അടയാളമൊന്നും ചെയ്തില്ല. സ്നാപക യോഹന്നാൻ യോർദാനിൽ ആയിരക്കണക്കിന് ജനത്തെ ആ കുത്തൊഴിച്ചൊഴുകുന്ന വെള്ളത്തിനകത്ത് മാനസാന്തര സ്നാനം കയറ്റി കരയിലേക്ക് വിടുന്നതിനിടയിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിൽ സ്നാനപ്പെടുവാനായി വന്നൊരുവനാണ് ക്രിസ്തു. അനേകരുടെ ശിരസിൽ യോഹന്നാൻ സ്നാപകൻ തൊട്ടതുപോലെയല്ല അന്ന് ക്രിസ്തുവിന്റെ ശിരസിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ, എന്ത് ചെയ്തെന്നറിയാമോ? അടയാളം ഉയരത്തിൽ കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ, ഈ കാലഘട്ടങ്ങളിലെ ശുശ്രൂഷഗണങ്ങളിൽ ക്രിസ്തുവിന്റെ സ്പർശനത്താൽ, ക്രിസ്തുവിനെ സ്പർശിക്കുന്നതിലൂടെ, അവന്റെ വചനം ഉരുവിടുന്നതിലൂടെ ചില അടയാളങ്ങൾ സംഭവിക്കപ്പെടുന്ന ദിവസങ്ങളായി മാറേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ബലഹീനനായ യോഹന്നാൻ സ്നാപകന്റെ കരം ബലവാനാകുന്ന ക്രിസ്തുവിന്റെ ശിരസിന്മേൽ വന്നപ്പോൾ എന്ത് ചെയ്തു? താൻ അടയാളമൊന്നും ചെയ്തില്ല, പക്ഷെ ക്രിസ്തു അടയാളം ചെയ്യുന്നു. അന്ന് സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്ത അനേക കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്നവൻ. അന്ന് യേശുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ ആത്മാവിനാലും തീയാലും ഇടപെടുന്നവനെന്ന് പരിചയപ്പെടുത്തിയെങ്കിൽ, ഇന്ന് ബഥാനിയയിൽ ലാസർ രോഗിയായി കിടക്കുമ്പോൾ നസ്രയനാകുന്ന യേശു യോർദാന്റെ അക്കരയിൽ ആത്മാവിന്റെയും തീയുടെയും മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നോക്കൂ, യോഹന്നാൻ സ്നാപകൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ നിൽക്കുന്നവനാര്? അവൻ അടയാളം ചെയ്യുന്നവന്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മൾ അടയാളം ചെയ്യുന്നവരല്ല, നമ്മൾ അത്ഭുതം ചെയ്യുന്നവരല്ല, പിന്നെയോ അവൻ ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. അവന്റെ ജീവൻ നമ്മിൽ വരുമ്പോൾ, അവന്റെ ആത്മാപരിവർത്തനം നമ്മിൽ വ്യാപരിക്കുമ്പോൾ, അവന്റെ വചനം നമ്മിലൂടെ സ്തോത്രം ശക്തിയോടെ പുറപ്പെടുമ്പോൾ, അവന്റെ നാമം ശക്തിയോടെ നാം ഉച്ചരിക്കുമ്പോൾ, അവന്റെ നാമം നിമിത്തം, അവന്റെ വചനം നിമിത്തം അടയാളങ്ങൾ സംഭവിക്കും. ബലഹീനനാകുന്ന സ്നാപക യോഹന്നാന്റെ കരം യേശുവിനെ തൊട്ടപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ സ്തോത്രം നസ്രയന്റെ മേൽ ഇറങ്ങി വരുന്നു. നോക്കൂ, യോർദാനിൽ യേശുവിനെ അടുത്തു നിന്ന് സ്നാപക യോഹന്നാൻ സ്പർശിച്ചപ്പോൾ അടയാളം തനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എങ്കിലും താൻ തൊട്ടവൻ ആരോ അവന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഭവനത്തിനകത്തൊരു അടയാളം ഉണ്ടാകണമോ?
നിന്റെ ആത്മമണ്ഡലത്തിനകത്ത്, നിന്റെ ഭൗതിക മേഖലകൾക്കകത്ത്, നിന്റെ ആയുസ്സിനകത്ത് നീ ശാരീരികവും മാനസികമായി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പിടിമുറുക്ക സമ്മർദ്ദങ്ങൾക്കകത്ത് ഒരടയാളം വെളിപ്പെടണമെങ്കിൽ അന്ന് സ്നാപകൻ യേശുവിനെ സ്പർശിച്ചതുപോലെ വിശ്വാസത്തിന്റെ ആഴത്തിൽ ഈ വചനത്തെ നീ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചാൽ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളുടെ പരമ്പരകൾ ചെയ്യുവാൻ കരുത്തുറ്റവനാകുന്ന ക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് യോർദാനിൽ പാർത്തു, യോർദാന്റെ അക്കരയിൽ പാർത്തു. എന്താ താഴോട്ട് വായിക്കുമ്പോൾ പലരും അവന്റെ അടുക്കൽ വന്നു. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, പലരും അവന്റെ അടുക്കൽ വന്നു. താഴോട്ട് വായിക്കുമ്പോൾ യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. ശ്രദ്ധിക്കണം, യേശു യോർദാന്റെ അക്കരയിൽ പാർത്തു, പലരും യേശുവിന്റെ അടുക്കലേക്ക് വന്നു. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ സ്തോത്രം, യേശു പറഞ്ഞതൊക്കെ എന്താണ്? സത്യമാണ്. അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. ആരിൽ വിശ്വസിച്ചു? യേശുവിൽ വിശ്വസിച്ചു. ഞാൻ ഇതിൽ നിന്നുകൊണ്ട് ഒരു കാര്യം, ഞാൻ ഒരു മർമ്മം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. ശ്രദ്ധിക്കുക, ബഥാനിയിൽ രോഗിയായി കിടക്കുന്ന ലാസറിന്റെ വിവരം സഹോദരിമാർ ചിലരെ അയച്ച് യേശുവിന്റെ അടുക്കൽ യേശുവിനോട് പറഞ്ഞപ്പോഴും യേശു വരുവാൻ വൈകിയതിന്റെ ഒന്നാമത്തെ കാരണം, യേശു യോർദാനിൽ പാർത്തു. 2, യേശുവിന്റെ അടുക്കൽ അനേകർ വന്നു. 3, അവിടെ യേശുവിൽ പലരും യേശുവിനെ വിശ്വസിച്ചു കൊണ്ടിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എന്താ ഇതിന്റെ ആഴമെന്നറിയാമോ? ശ്രദ്ധിക്കുക, സ്തോത്രം. ലാസർ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാ, മറിയ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാ, മാർത്ത യേശുവിനെ അറിഞ്ഞ വ്യക്തിയാ. സ്തോത്രം. ഇനി ലാസർ മരിച്ചാലും ലാസറിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ലാസർ നിത്യതയിലെത്തും. ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കർത്താവും ദൈവമായി അംഗീകരിച്ചവൻ മരിച്ചാലും ഇനി അതിനകത്ത് വിലപിക്കേണ്ട, അതിനകത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എന്താ? സ്തോത്രം. ഇപ്പോൾ ഞാൻ യോർദാൻ വിട്ടു വന്നാൽ പാപികൾ കൈവിടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അവിടെ യേശു പാർത്തത് ആർക്കു വേണ്ടിയാണ്? പാപികളെ നേടേണ്ടതിന് വേണ്ടിയ. സ്വർഗം സന്തോഷിക്കുന്നത്, ദൂത സംഘങ്ങൾ മഹത്വപ്പെടുത്തുന്നത്, സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു ആത്മാവ് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടുമ്പോൾ, ഒരുവന്റെ അനുതാപത്തിലും ഒരുവന്റെ മാനസാന്തരത്തിലും ക്രൂശിതനായി തീർന്ന ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപബോധം വെളിപ്പെട്ട് സ്തോത്രം ദൈവസന്നിധിയിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഈ ഉലകത്തിലുണ്ടോ? സ്വർഗം അപ്പോഴാണ് സന്തോഷിക്കപ്പെടുന്നത്. ലാസറിന്റെ രോഗവും ലാസറിന്റെ മരണവും ലാസറിന്റെ ഉയർപ്പിനേക്കാളും യേശുവിനെ വലിയ സ്തോത്രം വിലമതിപ്പായി കർത്താവ് കാണുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം, യോർദാന്റെ അക്കരയിലുള്ള അനേകായിരങ്ങളുടെ മാനസാന്തരമാണ്. അതുകൊണ്ട് വരാൻ വൈകിയത് എന്താണെന്നറിയാമോ? മാർത്തയെ, മറിയയെ, സ്തോത്രം, ലാസറെ, നിന്റെ അവസ്ഥകൾ അറിയാഞ്ഞിട്ടല്ല, ആ ഭവനത്തോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വരുവാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം, ഞാൻ ഇപ്പോൾ യോർദാൻ വിട്ടു വന്നാൽ എന്റെ അടുക്കൽ വന്നവർ സ്തോത്രം കൈവിടപ്പെട്ടു പോകാൻ പാടില്ല. എന്റെ അടുക്കൽ വന്ന അനേക രോഗികൾ, അനേക പാപികൾ, അവർ വിടുവിക്കപ്പെടുക, അവർ മാനസാന്തരപ്പെടുക. അതേ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ വസതിയിലേക്ക്, ഭവനത്തിലേക്ക് അനേകാത്മാക്കളെ നേടേണ്ടതിനു വേണ്ടി കർത്താവ് കാണിച്ച മാതൃക കണ്ടോ? കർത്താവ് ഇറങ്ങിയപ്പോഴും സഞ്ചരിച്ച് വസിച്ചുകൊണ്ടിരുന്ന ഭവനത്തിന്റെ അവസ്ഥ അറിഞ്ഞിട്ടും വരുവാൻ വൈകിയത് പാപികളെ നേടേണ്ടതിനു വേണ്ടി. ഈ കാലഘട്ടങ്ങളിൽ സ്തോത്രം, സ്വന്തം ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ മറന്ന്, സ്വന്തം ദേശം മറന്ന്, ഇന്ത്യയുടെ വിവിധ സ്തോത്രം സംസ്ഥാനങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ആയിരക്കണക്കിന് അഭിഷക്തന്മാർ ഇന്ന് ഉലകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അനേക കാഴ്ചപ്പാട് ലഭിച്ചവർ, സ്വന്തം വിഷയത്തെക്കാളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്ന അനേകായിരങ്ങൾ ശുശ്രൂഷയെ ശക്തമായി അധ്വാനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ലാസർ സ്തോത്രം യേശുവിനെ അറിഞ്ഞ വ്യക്തിയാ. പക്ഷെ യോർദാനിൽ ഇപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നവർ, യേശുവിനെ അറിയാതിരിക്കുന്നവർ, അവരുടെ മാനസാന്തരത്തിനും അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടി അവരുടെ മേൽ പ്രത്യക്ഷമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ യേശു ദൈവമെന്നും യേശു കർത്താവെന്നും അറിയേണ്ടതിന് വേണ്ടി സ്തോത്രം ആ ദിശയിലേക്ക് കർത്താവ് അടുപ്പിക്കുമ്പോൾ യേശു വരുവാൻ, ബഥാനിയിൽ വരുവാൻ വൈകി. സ്തോത്രം. ഒന്നാമത്തെ കാരണം അതാ. സ്തോത്രം, ബഥാനിയിൽ നിന്നും സ്തോത്രം യോർദാനിൽ നിൽക്കുന്നവനാകുന്ന ക്രിസ്തു ബഥാനിയിലേക്ക് വരണമെങ്കിൽ ധാരാളം മൈലുകൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ വരാൻ വൈകിയത് അനേക പാപികളെ ക്രിസ്തു യോർദാനക്കര നേടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് സ്തോത്രം, ഒരു വ്യത്യസ്തമായ ഉയർപ്പ്
അനേകർ കാണേണ്ടതിനു വേണ്ടി യേശു വരുവാൻ വൈകി. എന്താ പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായൊരു ഉയർപ്പിന് വേണ്ടി യേശു വരുവാൻ വൈകുന്നത്? ശ്രദ്ധിക്കുക. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒന്നാമത്തെ ഉയർപ്പ് നടക്കുന്നത് യായിറോസിന്റെ മകൾ, അത് ഭവനത്തിനകത്താണ്. രണ്ടാമത്തെ ഉയർപ്പ് നടക്കുന്നത് ഒരു പട്ടണ വീതിക്കകത്ത്, സ്തോത്രം, ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിൽ നൈൻ പട്ടണത്തിൽ വിധവയുടെ മകനെ മടക്കി കൊടുക്കുന്ന സംഭവം നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിക്കപ്പെടുക, സ്തോത്രം, ഒന്നാമത്തെ ഉയർപ്പ് വീട്ടിനകത്താണെങ്കിൽ രണ്ടാമത്തെ ഉയർപ്പ് ഒരു പട്ടണത്തിന്റെ നടുവിൽ വെച്ച്, മൂന്നാമത്തെ ഉയർപ്പ്, സ്തോത്രം, കല്ലറയ്ക്കകത്ത് നിന്നാകണമെന്നുള്ളത് ദൈവോദ്ദേശമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ടൊരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. സ്തോത്രം, ഒന്നാമത്തെ ഉയർപ്പ് യായിറോസിന്റെ മകൾ, അത് സ്തോത്രം ഭവനത്തിനുള്ളിലാണെങ്കിൽ, സ്തോത്രം, രണ്ടാമത്തെ ഉയർപ്പ്, സ്തോത്രം, ഒരു വലിയ പുരുഷാരത്തിന്റെ നടുവിൽ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, മരിച്ചൊരിക്കലും മടങ്ങി വരികയില്ല എന്ന് പറയുന്ന ചില ജീർണിച്ച വിഷയങ്ങൾ നിന്റെ ഭവനത്തിനകത്തുണ്ടോ? സമൂഹത്തിന്റെ നടുവിൽ നീ മരിച്ചവനെ പോലെ ലോകം വിധി എഴുതി എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? നസ്രയനായ യേശുവിന്റെ വചനത്താൽ, നസ്രയനായ യേശുവിന്റെ കൃപയാൽ നിന്റെ അവസ്ഥകൾക്ക്, സ്ഥിതിഗതികൾക്ക് മാറ്റം വരുമെന്നുള്ളത് ഞാൻ വിളിച്ചു പറയട്ടെ. അതെ, ഒന്നാമത്തെ ഉയർപ്പ് ഭവനത്തിനകത്ത്, രണ്ടാമത്തെ ഉയർപ്പ് പട്ടണത്തിനകത്ത് വ്യത്യസ്തമായ ഉയർപ്പ് നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചതുകൊണ്ട് മൂന്നാമത്തെ ഉയർപ്പ് കല്ലറയ്ക്കകത്ത് നിന്നാകണമെന്ന് ദൈവം തമ്പുരാൻ, നമ്മുടെ കർത്താവായ യേശു ആഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ലാസർ മരിച്ചു. ആ രോഗം ലാസറിനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് റൂമാലും ശീലകളും ലാസറിന്റെ മേൽ വരുന്നു. സ്തോത്രം, ആ ശരീരത്തെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവെക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, വ്യത്യസ്ത ഉയർപ്പിന് വേണ്ടി യോർദാനിൽ കർത്താവ് വെയിറ്റ് ചെയ്യുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ ചില മഹത്വപൂർണമായ അനുഭവങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ വൈകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം. സ്തോത്രം, അതിമഹത്വകരമായ ക്രിസ്തുവിന്റെ തേജസ് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ആന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി സ്പർശിക്കപ്പെടുന്നെങ്കിൽ സ്ഥലകാല പരിമിതികളെ മറന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാട്ടെ. പ്രിയമുള്ളവരെ, നോക്കൂ, യേശുവിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. കല്ലറയിലും കർത്താവ് കൈവിടുന്നവനല്ല. കല്ലറയ്ക്കകത്തും തുളച്ചു ചെല്ലുന്ന നിത്യ സ്തോത്രം സ്നേഹം, ക്രിസ്തു നൽകുന്ന സ്നേഹത്തെ ഒന്ന് പ്രദർശിപ്പിക്കേണ്ടതിന് വേണ്ടി ഒരു ശ്രേഷ്ഠമാകുന്ന ഉയർപ്പ് ലാസറിന്റെ ജീവിതത്തിൽ നടക്കേണ്ടതിന് വേണ്ടി, ആ കുടുംബത്തിനകത്ത് നടക്കേണ്ടതിന് വേണ്ടി, ആ സഹോദരിമാരുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് വേണ്ടി, ആ സമൂഹത്തിന്റെ നടുവിൽ ശ്രേഷ്ഠമായൊരു ഉയർപ്പ് നടക്കേണ്ടതിന് വേണ്ടി സ്തോത്രം, കർത്താവ് വരുവാൻ വൈകുകയാണ്. മരിച്ച മനുഷ്യരെ കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ചാൽ, ശ്മശാന ഭൂമിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ വെയിറ്റ് ചെയ്യാറില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നോക്കൂ, കല്ലറയ്ക്കകത്ത് ഒരുവനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. അതാണ് അതിന്റെ അർത്ഥം. അവിടം കൊണ്ട് സകലത അവസാനിക്കുന്നു. മനുഷ്യന്റെ സ്നേഹം കല്ലറയുടെ അടുക്കൽ വരെയുള്ളൂ, അവിടെ വരെ ആ സ്നേഹം ചെല്ലത്തുള്ളൂ. പക്ഷേ യേശുവിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. കല്ലറയ്ക്കകത്തും കടന്നു ചെല്ലുന്ന സ്നേഹം, കല്ലറയ്ക്കകത്തും റൂമാലിനെ അടിക്കുന്ന സ്നേഹം, കല്ലറയ്ക്കകത്തും ശീലകളെ അഴിക്കുന്ന സ്നേഹം, കല്ലറയ്ക്കകത്തും നാറ്റം വെച്ചത് സുഗന്ധമാക്കുന്നത്, കല്ലറയ്ക്കകത്തും മനുഷ്യൻ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തോന്നുന്നത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി യേശുവിന്റെ സ്നേഹം കല്ലറയ്ക്കകത്ത് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ലാസറിന്റെ ശരീരം നാറ്റം വെച്ചപ്പോൾ ചുറ്റുപാടും നിൽക്കുന്ന മനുഷ്യരൊക്കെ എന്ത് ചെയ്ത് കാണും? തുണി കൊണ്ടും കൈകൊണ്ടും മൂക്കും വായൊക്കെ തപ്പിക്കാണും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നോക്കൂ, ലാസർ ജീവിച്ചിരുന്നപ്പോൾ യേശുവിന് ജീവിതം കൊടുത്തവനാണ്, യേശുവിന് വേണ്ടി സമർപ്പിച്ചവനാണ്, യേശുവിന്റെ ചുവടുകളെ അനുഗമിച്ചവനാണ്. ആ ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തളം കെട്ടി നിൽക്കുന്ന ആ ഭവനത്തെ കർത്താവ് ഈ പ്രതികൂലത്തിന്റെ നടുവിൽ കൈവിടുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കർത്താവ് അവിടെ ചെയ്യുന്നതെന്നറിയാമോ? ആ ഭവനത്തിനകത്തേക്ക്, ആ കല്ലറയുടെ വാതിലേക്ക് ക്രിസ്തു വരുവാൻ വൈകിയതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ശ്രേഷ്ഠമാകുന്ന ഒരു ഉയർപ്പാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഇവിടെ യഹോവയാകുന്ന ദൈവം പറയുകയാണ്, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിക്കുവിൻ എന്നൊരു തിരുവചന ഭാഗം പറയുന്നുണ്ട്. അതിനകത്തൊരു പദം എന്നെ വളരെയധികമായി ചിന്തിപ്പിച്ചു. എന്താണെന്നറിയുമോ? എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. യഹോവയാകുന്ന ദൈവം പറയുന്നു, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നോക്കൂ, ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തിനു വേണ്ടി
ജീവിതം മാറ്റിക്കൊടുത്ത വിശുദ്ധന്മാരായ വ്രതസ്ഥന്മാരായ നീതിമാന്മാരായവരുടെ ശരീരം കല്ലറയ്ക്കകത്ത് പോയാലും സ്വർഗസ്ഥനാകുന്ന ദൈവത്തിന് പറയുവാൻ ഒരു മെസ്സേജ് ഉണ്ട്. അത് എൻ്റെ ശവങ്ങളാണ്. കാരണം എന്താ? ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച സമർപ്പിച്ചവരുടെ ശവശരീരം ഒരുപക്ഷെ കല്ലറയ്ക്കകത്ത് ദ്രവിച്ചു മാറിയാലും ദൈവം അത് കൈവിടുകയില്ല. ആമേ സ്തോത്രം. കാരണം ആമേ സ്തോത്രം അതൊരു ഉയർപ്പിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മാർത്തയും മറിയയും ലാസറിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ശവശരീരം ആ ബോഡി എടുത്തുകൊണ്ട് കല്ലറയ്ക്കകത്ത് വെക്കുവാൻ പോയപ്പോൾ ഇന്നത്തെ സമൂഹം കാണിക്കുന്നത് പോലെ അന്നും ഒരുപക്ഷെ കാണിച്ചെന്നങ്ങ് ചിന്തിക്കുക. എന്ത് സ്തോത്രം! സ്തോത്രം! ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം വിട്ടുകൊടുക്കുവാൻ കഴിയാതെ വണ്ണം അലമുറയിട്ട് സമചിത്ത തകർന്നവരെ പോലെ നിലവിളിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? സ്തോത്രം. പക്ഷെ ആ ശരീരത്തിന് നാറ്റം വെക്കുവാൻ തുടങ്ങി. സ്വന്തം സഹോദരിമാരാണെങ്കിൽ പോലും പറയും, ഇതിനെ എവിടെങ്കിലും കൊണ്ട് അടക്കം ചെയ്യുവാൻ പറയും. പക്ഷെ കർത്താവ് കൈവിടുന്നില്ല. എന്താ? പ്രവചന പുസ്തകത്തിൽ പറയുന്നു, പ്രവാചകന്മാരുടെ പ്രഭുവാകുന്ന യെശയ്യാവ് ആത്മാവിൽ പ്രവചിച്ചു, ഇത് എൻ്റെ ശവങ്ങളാകുന്നു. ഇത് നാറ്റം വച്ചാൽ കാണുവാനും കേൾക്കുവാനും തപ്പുവാനും ആളുകൾ ഒരു പക്ഷെ അനവധി ഉണ്ടാകാം. പക്ഷെ ദൈവം പറയും, കർത്താവ് പറയും, എന്ത്? ഇത് എൻ്റെ ശവങ്ങളാകുന്നു. എൻ്റെ ശവങ്ങളാകുന്ന അതിൽ ഒരു അംഗമായി തീർന്ന, ഒരു വ്യക്തിത്വമായി തീർന്ന ലാസറിന്റെ ശരീരത്തിനകത്ത് സുഗന്ധം വീശുവാൻ സമയമായി. ജീവൻ മടങ്ങി ചെല്ലുവാൻ സമയമായി. ശീലകളും റൂമാലുകളും അഴിയുവാൻ സമയമായി. ലാസറിന്റെ ശിരസ്, തലച്ചോറ് വീണ്ടും ചലിക്കുവാൻ സമയമായി. കണ്ണുകൾ ഹിമവെട്ടി തുറക്കുവാൻ സമയമായി. കാതുകൾ തുറക്കുവാൻ സമയമായി. ആധരങ്ങൾ തുറന്ന് വീണ്ടും ശബ്ദം പുറത്തു വരുവാൻ ടൈമായി. ഹൃദയത്തിന്റെ സ്പന്ദനം വീണ്ടും തുടിക്കപ്പെടാൻ പോകുന്നു. കൈകാലുകൾ ചലിക്കപ്പെടാൻ പോകുന്നു. നോക്കൂ, വരാൻ വൈകിയത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ശ്രേഷ്ഠമാകുന്ന ഒരു ഉയർപ്പിന് വേണ്ടി. യേശുവിന്റെ നാമത്തിൽ അല്പനിമിഷം നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു അത്ഭുതകരമാകുന്ന ഒരു മാറ്റം നിന്റെ ഭവനത്തിനകത്തുണ്ടാകട്ടെ. സ്തോത്രം. അന്ധകാര ശക്തികൾ ഒരു പക്ഷേ നിന്റെ ശരീരത്തെ റൂമാല് കൊണ്ട്, ശീല കൊണ്ട് ബന്ധിച്ച് നിന്നെ മാറ്റം വമിക്കുന്ന അവസ്ഥയിലേക്ക്, നിന്റെ അഡ്രസ് തന്നെ ഇല്ലാതാകുന്ന നിലയിൽ തന്നെ സ്തോത്രം, സമൂഹത്തിന്റെ നടുവിൽ നീ ഒന്നുമില്ലാത്തവനെ പോലെയാകുവാൻ കല്ലറ സമാനമാകുന്ന പ്രതിസന്ധികളിലേക്ക് നിന്നെ തള്ളിക്കയറ്റുവാൻ ആഗ്രഹിക്കുന്ന ചില സാത്താന്യമാകുന്ന ചില മുദ്രകൾ യേശുവിന്റെ നാമത്തിൽ ഈ സന്ധ്യാസമയം ഈ വചനത്തിന്റെ ശക്തിയാൽ അത് അഴിഞ്ഞു വരുവാൻ കൽപ്പിക്കുന്നു. എല്ലാവരും അല്പനിമിഷം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അല്പനിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. യേശു കർത്താവ് വരുവാൻ വൈകിയതിന്റെ രണ്ടാമത്തെ കാരണം ദൈവത്തിന്റെ സ്തോത്രം ശക്തമേറിയ ഒരു ഉയർപ്പ് അവിടെ നടക്കേണ്ടതിന് വേണ്ടി. മൂന്നാമത്തെ കാരണം സ്തോത്രം ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ 11:4 ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം, ദൈവപുത്രന്റെ മഹത്വം ആ ബഥാനിയ ഗ്രാമത്തിൽ, ആ കൊച്ചു കുടുംബത്തിനകത്ത് ലാസറിലൂടെ വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടി സ്വർഗം ആഗ്രഹിക്കുന്നു. അങ്ങ് കാനാവിൽ 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ദൈവമഹത്വം വെളിപ്പെടാൻ കാരണമായില്ലേ? മറിയതിന് കാരണക്കാരിയായി മാറിയില്ലേ? വേലക്കാർ കാരണക്കാരായി മാറിയില്ലേ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ചില ശോധനകൾ, ചില രോഗങ്ങൾ, ചില ശീലകൾ, ഒരുപക്ഷെ നാറ്റം വമിക്കുന്ന ആ സിറ്റുവേഷനിലേക്ക് പോകുന്ന ചില പ്രതിസന്ധികൾ സ്തോത്രം ദൈവ മഹത്വത്തിന് കാരണമാക്കി കർത്താവ് മാറ്റുന്നു. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് 11:42 കല്ലറയ്ക്ക് ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് വേണ്ടി. അവിടെ പ്രത്യേകിച്ചൊരു പദപ്രയോഗം യേശുനാഥൻ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ആ ഭാഗം ഒന്നിങ്ങനെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന പുരുഷാരം എന്ത് ചെയ്യണം? വിശ്വസിക്കേണ്ടതിന് വേണ്ടി. ആമേൻ. എന്ന് പറഞ്ഞാൽ ലാസറിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കി സ്തോത്രം ആ ഒരു ഉയർപ്പിലൂടെ ബഥാനിയ ഗ്രാമത്തിൽ ഇതുവരെയും ക്രിസ്തുവിനെ തിരിച്ചറിയാതെ അജ്ഞതയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടു പോയവർ, വീണ്ടും കുരുട്ടുകണ്ണുകളായി മാറ്റപ്പെട്ടവർ, യേശു ആരെന്ന് ഇതുവരെ ഗ്രഹിക്കാതിരിക്കുന്നവരുടെ ചിന്താഗതികൾ മാറിമറിയേണ്ടതിനു വേണ്ടി, ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് വേണ്ടി, നസ്രയനാകുന്ന കർത്താവ് സ്തോത്രം ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടി ലാസറിനെ മാറ്റം വമിക്കുന്ന അവസ്ഥയിലേക്കൊന്ന് വിട്ടുകൊടുക്കുകയാണ്. എന്തിനാ? തിരിച്ചു പിടിക്കാൻ വേണ്ടി. ശ്രദ്ധിക്കുക പ്രിയരെ, ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ പര്യവസാന സമയത്തേക്ക് കടന്നു വരുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, യേശു കർത്താവ് കുരുടന് സ്തോത്രം കാഴ്ച കൊടുത്തതും, ചെകിടിന് കേൾവി കൊടുത്തതും, മുടന്തനെ എഴുന്നേൽപ്പിച്ചതും,
കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയതും കടല് മീതെ സമഭൂമി എന്ന പോലെ നടന്നതും കാറ്റിനെയും കടലിനെ തന്റെ മുഷ്ടിയാൽ പിടിച്ചടക്കിയിട്ടും ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാതെ നിൽക്കുന്നവരുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും വിശ്വസിക്കാതെ നിൽക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ലാസറിന്റെ ഉയർപ്പിലൂടെയെങ്കിലും ക്രിസ്തു ആരെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി, യേശുനാഥൻ ആരെന്നവരെന്ന് ശ്രവിക്കേണ്ടതിന്, മനസ്സിലാക്കേണ്ടതിന് വേണ്ടി നോക്കൂ, ഒരു ദൈവഭക്തനെ മാറ്റം വമിക്കുന്ന സിറ്റുവേഷനിലേക്ക് കർത്താവ് വിട്ടിട്ട് അവനെ തിരിച്ചു പിടിക്കുകയാണ്. ലാസറിലൂടെ ക്രിസ്തുനാഥന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആമേൻ, പല റൂമാലുകളും ശീലകളും ജീവിതത്തിൽ നിന്നെ ബന്ധിച്ചു വെക്കുന്ന അവസ്ഥ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആമേൻ. മാർത്തയും മറിയയും ഒരുമിച്ച് പറയുന്നുണ്ട് ഒരു പദപ്രയോഗം. എന്താണ്? നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ എന്ത് ചെയ്യില്ലായിരുന്നു? മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു ഇല്ലാതെ വന്നപ്പോൾ ആ ഭവനം വിലാപ ഭവനമായി മാറിയത്. രോഗം വന്നത്, നോക്കൂ, കല്ലറ തുറന്നത്, സ്തോത്രം, നോക്കൂ, നാറ്റം വമിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്, സ്തോത്രം, പിശാച് റൂമാലും ശീലകൾ കൊണ്ട് ബന്ധിച്ചു വെക്കുന്നത്. ഇന്ന് പകൽക്കാലം, ഈ സന്ധ്യാസമയം, ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് നഷ്ടമാകാൻ പാടില്ല. യേശു നമ്മിൽ നിന്ന് അകലുമ്പോഴാണ് പല ദുഃഖങ്ങളും ജീവിതത്തിൽ കയറി വരുന്നത്. പല ശീലകളും റൂമാലുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബന്ധിക്കാനായി കടന്നു വരുന്നത്. സ്തോത്രം. നാം ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന സാഹചര്യങ്ങൾ വരുന്നത് കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ വരുമ്പോഴാണ്. സഹോദരിമാരെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഇപ്പോഴെങ്കിലും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് നൽകുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ, ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിച്ചില്ലെങ്കിലും, അറിഞ്ഞില്ലെങ്കിലും, ഗ്രഹിച്ചില്ലെങ്കിലും ഒരു കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു: നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, നീ അപേക്ഷിക്കുന്ന അപേക്ഷയ്ക്കകത്ത് ലാസർ മടങ്ങി വരുമെന്നവരെ വിശ്വസിക്കുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ പ്രിയപ്പെട്ടവരെ. ആമേ. യേശുവിന്റെ പ്രാർത്ഥനയിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ആയുസ്സിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ ജീവിതത്തിൽ ചിലത് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. നസ്രയന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, അവന്റെ അപേക്ഷയ്ക്കകത്ത് കല്ലറയിലാണെങ്കിലും ചിലത് മടങ്ങി വരാൻ പോകുകയാണ്. മാർത്തയ്ക്കും മറിയയ്ക്കും എങ്ങനെ അറിയാം? യേശുവിന്റെ പ്രാർത്ഥനയിൽ ലാസർ മടങ്ങി വരുമെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥന നമുക്ക് കാണാം. ഒരു ബാലകന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിലേക്ക് വെച്ച് വാഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വർദ്ധിച്ചത് ആയിരങ്ങളുടെ നടുവിൽ ഈ സഹോദരിമാരും കണ്ടു. ഉള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് അനന്തശൂന്യതയിൽ നിന്ന് മഞ്ഞ വർഷിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, യേശുവിന്റെ പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കും? നഷ്ടപ്പെട്ട ലാസർ മടങ്ങി വരും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടാതെ, സ്തോത്രം, നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നമ്മുടെ പ്രാർത്ഥനയിൽ ചിലത് മടങ്ങി വരട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നോക്കൂ, ലാസറിന്റെ കല്ലറയിൽ യേശു വരുന്നു. ലാസറെ പുറത്തു വരിക എന്നൊരു മെസ്സേജ്, ഒരു പ്രവചന ദൂത് സഹോദരിമാർക്ക് വേണ്ടി, ആ ജനങ്ങളുടെ മുമ്പിൽ, ആ ഭവനത്തിനു വേണ്ടി, മരിച്ചവന് വേണ്ടി കർത്താവ് കൊടുക്കുമ്പോൾ, നോക്കൂ, ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലും കല്ലറകളെ ഭേദിച്ചുകൊണ്ട് റൂമാലിനകത്തും ശീലകൾക്കകത്തും ബന്ധിക്കപ്പെട്ടവന്റെ ബന്ധനത്തിന്റെ കെട്ടുകളുടെ മുറിവ്, സ്തോത്രം, ആ ബന്ധനം ഒരു അയവ് വരുന്ന നിലയിലേക്ക് വരുന്നു. കല്ലറയ്ക്കകത്ത് വെച്ച് തന്നെ അവനെ സ്വതന്ത്രനായി പുറത്തിറക്കാമായിരുന്നു. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. കാരണം കേവലം കല്ലറയുടെ വെളിയിൽ വരുന്ന നിലയിൽ കർത്താവ് ആ ശീലകളെയും റൂമാലിനെയും അഴിച്ചു മാറ്റുന്നു. സ്തോത്രം. പിന്നീട് കെട്ടിയവരെ കൊണ്ട് ആ ബന്ധനത്തെ അഴിക്കുന്നു. അവൻ പോകട്ടെ എന്ന് യേശു പറയുന്നു. എവിടേക്ക് പോകുവാൻ? 12-ാം അധ്യായത്തിൽ യേശുവിന്റെ പന്തിയിലേക്ക് പോകേണ്ടതിന് വേണ്ടി. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. സ്തോത്രം. കല്ലറകളെ ഭേദിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ സ്തോത്രം ശരീരം വിൺമയ ശരീരമായി രൂപാന്തരപ്പെടുവാൻ സമയമായിരിക്കുന്നു. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുവാൻ സമയമായിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ ഒരു നിമിഷം നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിനോട് ചേർന്നിരിക്കാം. ഞാൻ നല്ല ദൈവമേ, വിശ്വസ്തനായ പിതാവേ, ഈ നല്ല രാത്രിയിൽ കർത്താവ് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലൂടെ ദൈവജനം സംസാരിപ്പാൻ കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ വളരെ ശ്രദ്ധാപൂർവം വചനത്തെ ശ്രമിച്ചവരെ യേശുവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്ന കർത്താവെ, സ്തോത്രം. കർത്താവ്, കഠിന ശോധനയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവ്, റൂമാലാലും ശീലകളാലും ബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ആത്മീയ ഭൗതിക മേഖലകൾക്ക് ഒരു ആത്മപരിവർത്തനമില്ലാതെ വളരെ തണുത്തുറഞ്ഞ അനുഭവത്തിലൂടെ പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരെ വിടുതലിലേക്ക് ആനയിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ശാപത്തിന്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിത്തെറിക്കട്ടെ കർത്താവേ. സ്തോത്രം. ഈ ദിവസങ്ങൾ യേശുവിൻ്റെ ജീവൻ അകത്ത് കയറി ക്രിസ്തുവിനാൽ ബലവത്താകുന്ന കുടുംബങ്ങളായി കേട്ടവർ മാറട്ടെ അപ്പ. അനേകരുടെ വിടുതലും ആശ്വാസത്തിനും ഈ സന്ദേശം കാരണമായി മാറട്ടെ. പ്രാർത്ഥന ഘടനായ മഹത്വം ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.
എല്ലാവരെയും സ്വർഗ്ഗ സർവശക്തനാകുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.